ശരിക്കും ഈ പറഞ്ഞൊരു വിമർശനം ശരിയാണ്. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുമ്പോഴത്തേക്ക് ശൈലി കുറച്ച് മാറിപ്പോകുന്നുണ്ട്, മൈക്ക് കാണുമ്പോൾ നാഗവല്ലി ആവുന്നു എന്നൊക്കെ കൂട്ടുകാർ കളിയാക്കാണ്. SFI ഈസ് മൈ ക്വാളിഫിക്കേഷൻ എന്നാണ് ഇപ്പോഴും ടാഗ് എന്ന് പറയുന്നത്. അടുത്തൊരു പക്ഷേ നിയമസഭയിൽ മത്സരിക്കാൻ വരെ സാധ്യതയുള്ള ഒരാളാണ്. അപ്പോഴും ഈ ടാഗ് ഇങ്ങനെ തന്നെ മതിയെന്ന് നിശ്ചയിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? അത് വാട്സപ്പ് വാട്സപ്പ് നമ്മൾ ആദ്യമായി ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്റ്റാറ്റസ് ഇടുമല്ലോ, അപ്പം അന്ന് SFI ഈസ് മൈ ബേസിക് ക്വാളിഫിക്കേഷൻ എന്നിട്ടതാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്. അപ്പോൾ എനിക്കതിന് ഒരു ഉത്തരവേ ഉള്ളൂ, അന്നും ഇന്നും SFI ആണ് എൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. ഞാനായത് SFI ആയതുകൊണ്ടാണ്. ഞാൻ ഒരുപക്ഷെ ഇങ്ങനൊന്നും അല്ലാതെ പോകാവുന്ന, ആരും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ വീട്ടിൽ സഹോദരങ്ങളില്ല, അച്ഛൻ MA പഠിക്കുന്ന സമയത്താണ് മരണപ്പെടുന്നത്, മറ്റ് വലിയ സൗഹൃദങ്ങളൊന്നുമില്ല, അങ്ങനെ പോയൊരു എനിക്ക് എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യരുമായി ഇത്രയധികം ബന്ധം സമ്മാനിച്ച ആ പ്രസ്ഥാനം എന്ന് പറയുന്നത് SFI ആണ്. SFI എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. ഒരു SFIയിൽ നിന്നും ഇപ്പം ഇവിടെ സൂചിപ്പിച്ചു, എന്നും ഇത് കൊണ്ടുപോകാനാണോ, ഈ ടാഗ് ലൈൻ കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നത്? അത് ഞാനല്ല, എല്ലാ SFIക്കാരും അങ്ങനെ കൊണ്ടുപോകും. പക്ഷെ കുറച്ചുകൂടെ സുസംഘടിതമായ പ്രസ്ഥാനമല്ലേ DYFI? SFI കാലത്ത് നമുക്ക് കിട്ടുന്ന ഒരു SFI ആവുക എന്ന് പറഞ്ഞാൽ അത് എന്നത്തേക്കും SFI ആയിരിക്കും. SFIയിൽ നിന്നൊരു മാറിപ്പോകൽ അല്ലെങ്കിൽ SFI അല്ലാതാവുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ മരണം മാത്രമാണ്. SFI എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നിർവചിക്കാൻ കഴിയുന്നതിനപ്പുറമുള്ള വല്ലാത്ത ഒരു വൈകാരികമായ അനുഭവമാണ്. അടുത്ത പ്രാവശ്യം എന്തായാലും നിയമസഭയിൽ മത്സരിക്കുന്നുണ്ടാവാം, പാർട്ടി തീരുമാനിക്കുമെന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഇപ്പോഴും. എങ്കിലും ഞാൻ ചോദിക്കുക, ഇത്രയും ബ്രൈറ്റായിട്ട് നിൽക്കുന്ന ഒരാളെ തീർച്ചയായിട്ടും മത്സരിപ്പിക്കാനുള്ള ഒരു സാധ്യതയില്ലേ ചിന്ത? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളതല്ല ഒരു പൊതുപ്രവർത്തകയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് അയാളുടെ ആത്യന്തികമായ. പക്ഷെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലേ? നമ്മൾ ജനങ്ങൾക്കിടയിൽ ഓരോ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തെല്ലാം നമുക്ക് അവരുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടാൻ കഴിയും. എന്നെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെങ്ങും ഒട്ടും പ്രാധാന്യം ഞാൻ നൽകുന്ന വിഷയങ്ങളേ അല്ല. അപ്പം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഔദ്യോഗിക പദവി വഹിക്കുക, അതൊന്നും അല്ല ശരിക്കും പൊതുപ്രവർത്തനത്തിനകത്ത് നമുക്ക് ചിലതൊക്കെ ചില ഉത്തരവാദിത്തങ്ങളായി ചില ഘട്ടങ്ങളിൽ വരാം. അതൊരു ഉത്തരവാദിത്തങ്ങളായി ചില ഘട്ടങ്ങളിൽ വരാം. ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്നത്, ചില ലിമിറ്റേഷൻസ് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്കത് തീരുമാനിക്കാമായിരുന്നു, നമുക്ക് ചെറുപ്പം മുതൽ തന്നെ തോന്നും. അല്ല, നമ്മളല്ലെങ്കിൽ അത് പാർട്ടി ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ള മറ്റൊരാൾ അതിഗംഭീരമായത് ചെയ്യും. അതിനകത്തങ്ങ് ഇതൊന്നും വ്യക്തിനിഷ്ഠമല്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഇപ്പം യൂത്ത് കമ്മീഷൻ ചെയർപേഴ്സണായി ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു